മുരിങ്ങാക്കോലും തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു കറി റെഡിയാക്കി എടുത്താലോ. അപ്പോൾ അതിന് വേണ്ടി തക്കാളി, പച്ചമുളക്, കുറച്ച് വെള്ളം, മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങാക്കോലും കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി മുരിങ്ങാക്കോലൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ, അതേപോലെ കറിവേപ്പില, ചെറിയ ജീരകം, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയുള്ളി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈരും പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി നമ്മുടെ തക്കാളിയും മുരിങ്ങാക്കോലും വെന്ത് വരുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നത് അരപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഒഴിക്കാം. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനായ ഉപ്പും അതേപോലെ കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് പുളി കുറവാന്ന് തോന്നിയതുകൊണ്ട് കുറച്ചും കൂടി തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കറി നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി വേണം റെഡിയാക്കി എടുക്കാൻ. ഒരുപാട് തള വന്ന് പോയിക്കാൻ നമ്മുടെ കറിയുടെ ടെക്സ്ചർ തന്നെ മാറിപ്പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അതേപോലെ ചെറിയൊരു തള വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും കറിവേപ്പിലയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി വറുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കറിയുടെ റെഡി ആയിട്ടുണ്ട്. മുരിങ്ങാക്കോല് വെച്ചൊരു മോരുകറിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.